മലപ്പുറത്ത് UDF നേടിയ വലിയ വിജയത്തിന്റെ ആരവങ്ങൾ അടങ്ങും മുമ്പ് വലിയ സ്വീകരണം ഒരുക്കുകയാണ്. DCC വലിയ രീതിയിലുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുകയാണ്. അത് ഉദ്ഘാടനം ചെയ്യുന്നത് KC വേണുഗോപാൽ എന്ന ദേശീയ നേതാവാണ്. ആ യോഗത്തിൽ ഈ വിജയത്തിനൊക്കെ കാരണക്കാരനായി ജനങ്ങൾ എടുത്തു പറഞ്ഞിരുന്ന അവസാനം ഹൈക്കമാൻഡിന് VD സതീശനിലേക്ക് ഒതുങ്ങേണ്ടി വന്ന മുഖ്യമന്ത്രി പദ പ്രഖ്യാപനം വരെ നമ്മൾ കടന്നു കഴിഞ്ഞു പോയതാണ്. ആ VD സതീശനെ കുറിച്ച് ഒരു പരാമർശം പോലുമില്ല, ഒന്നോർക്കുക പോലുമില്ല. കോൺഗ്രസിന്റെ വിഭാഗീയത എത്രമേൽ വലിയ കോൺഫ്ലിക്റ്റിൻ്റാണ് നിൽക്കുന്നത് എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമായി മാറുകയാണ് മലപ്പുറത്ത് നടന്ന DCCയുടെ സ്വീകരണ പരിപാടി. അവിടെ MLA-മാർക്ക് വലിയ സ്വീകരണം നൽകുമ്പോൾ 1, 2, 3 MLA-മാരെല്ലാം വന്ന് സ്റ്റേജിൽ പ്രസംഗിക്കുകയാണ്. UDF നേടിയ വലിയ വിജയം, ജനങ്ങൾ UDF-ൽ, ലീഗിൽ, കോൺഗ്രസിൽ, ഘടകകക്ഷികളിൽ, ഈ പ്രസ്ഥാനങ്ങളിൽ ഒക്കെ വെച്ച് പുലർത്തുന്ന വലിയ പ്രതീക്ഷ, ഇതൊക്കെ വരാനിരിക്കുന്ന 5 വർഷം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് എന്നെല്ലാം പറഞ്ഞ് പ്രസംഗിക്കുമ്പോഴും VD സതീശൻ എന്ന പേര് പറയാൻ പോലും നാക്കനക്കാനുള്ള ശക്തിയില്ലാതെ KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്ത പരിപാടിക്ക് കർട്ടനിടുന്നു എന്നുള്ളതാണ്. പൊന്നാനി MLA മാത്രമാണ് KCയെ കുറിച്ച് പരാമർശിക്കാതെ VD സതീശന്റെ കൈകൾക്ക് കരുത്ത് പകരണം എന്ന പ്രഖ്യാപനം നടത്തിയത് എന്നതും ശ്രദ്ധേയമാണ്. നോക്കൂ നിങ്ങൾ, കോൺഗ്രസിൽ 3 മാസം കഴിഞ്ഞു വലിയ രീതിയിലുള്ള ഭരണസ്തംഭനങ്ങളും കെടുകാര്യസ്ഥതകളും ഉത്തരവാദിത്തമില്ലായ്മകളും നുണ പറയലും വാസ്തവങ്ങളെ തിരിച്ചു മറിക്കലും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ ഹണിമൂൺ പീരീഡ് 6 മാസം അർഹിക്കുന്നവരാണ് കോൺഗ്രസ്, UDF എന്ന് സാക്ഷാൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞതുപോലും നമ്മൾ കണ്ടതാണ്. എന്നിട്ട് പോലും ആ ഹണിമൂൺ പീരീഡ് പോലും എൻജോയ് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധികളിലേക്കും വലിയ കെടുകാര്യസ്ഥതകളിലേക്കും സങ്കീർണമായ വിഷയങ്ങളിലേക്കും കടന്നു പോകുന്ന VD സതീശൻ കേരളത്തിന്റെ രാഷ്ട്രീയ നാൾവഴികളിൽ ഇതുവരെയുള്ള ഏതൊരു ഗവൺമെന്റ് നേരിട്ട ആദ്യ 3 മാസത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളികൾ നേരിട്ടു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. നിപ്പയിൽ വന്ന ആശയക്കുഴപ്പമടക്കം അങ്ങനെ U-ടേൺ അടിക്കുന്ന സതീശനെ നമ്മൾ കണ്ടതാണ്. VD സതീശനെ പിന്തുണയ്ക്കുന്നവർ, പിന്തുണയ്ക്കാതിരിക്കുന്നവർ, KPCC അധ്യക്ഷ സ്ഥാനത്ത് വീണ്ടും VD സതീശൻ കൈകടത്തുമ്പോൾ പാർട്ടിയെ ഹോൾഡ് ചെയ്യാൻ VD സതീശൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത്, അങ്ങനെ നിരവധി കാര്യങ്ങളിലാണ് നിൽക്കുന്നത്. ഇപ്പോഴും KC പക്ഷവും RC പക്ഷവും ഒരു വലിയ നിശബ്ദമായ എതിർപ്പ് VDയിലേക്ക് വെച്ച് പുലർത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴും മനസ്സിലാകുന്നത്. കാരണം രമേശ് ചെന്നിത്തല അനുകൂലികൾ ഇപ്പോഴും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളിലും VD സതീശനെ അടുപ്പിക്കുന്നില്ല. മാത്രവുമല്ല, KC വേണുഗോപാലും നിരന്തരമായി പറ്റുന്നിടങ്ങളിൽ മുഴുവനും VD സതീശനെ ഒറ്റപ്പെടുത്താൻ, VD സതീശനെ ആക്രമിക്കാൻ ഒളിയമ്പുകൾ വിടാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. KPCCയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് KCയോ RCയോ പറയാത്തവർ, അനുകൂലിക്കാത്തവർ ഉണ്ടായാൽ വിപ്ലവം കോൺഗ്രസിൽ ഉണ്ടാകും എന്നുള്ളതും ഹൈക്കമാൻഡ് പോലും ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുമാണ്. എന്തായാലും മലപ്പുറം DCC നടത്തിയ പരിപാടിയിൽ തുറന്നു കാട്ടപ്പെട്ടത് 3 മാസം പ്രായമുള്ള ഭരണം നടത്തുന്ന UDFന്റെ അതിഭീകരമായ എതിർപ്പുകളും അതിഭീകരമായ വിഭാഗീയതയുമാണ് എന്ന് പറയാതെ വയ്യ.